കാസർഗോഡ് കാഞ്ഞങ്ങാട് സൗത്തിൽ മറിഞ്ഞ ഗ്യാസ് ടാങ്കർ ലോറി ഇന്ന് ഉയർത്തും. വാതക ചോർച്ച ഇല്ലെങ്കിൽ ടാങ്കർ ഉയർത്തുന്നതിന് ഭാഗമായി പ്രാദേശിക അവധിയടക്കം മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഹൈവേ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെക്കും. ടാങ്കർ ഉയർത്തുന്നതുവരെ വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കും. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, ഗ്യാസ് ടാങ്കർ ലോറി ഇന്ന് ഉയർത്തുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, കോവൽ പ്രദേശത്ത് 1 കിലോമീറ്റർ ചുറ്റളവിലാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്കൂളുകൾ, അംഗനവാടികൾ, കടകമ്പോളങ്ങൾ, മാർക്കറ്റുകൾ തുടങ്ങി എല്ലാവിധ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലെ 8 മണി മുതലാണ് ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ടാങ്കർ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. ഹൈവേയിലൂടെ ഇത്തരത്തിൽ വരികയായിരുന്നപ്പോൾ എതിർ ദിശയിൽ നിന്ന് വന്ന സൈഡിന്, അതായത് ദിശ തെറ്റി വന്ന ബസ്സിന് സൈഡ് കൊടുക്കവെയാണ് ഈ ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടത്. മംഗലാപുരത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് HP ഗ്യാസ് നിറച്ച വാഹനമാണ് ഇത്തരത്തിൽ തല കീഴായി മറിഞ്ഞത്. പ്രാഥമികമായ അന്വേഷണത്തിൽ ഈ ടാങ്കറിന് ചോർച്ചയില്ല എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ടാങ്കർ ഉയർത്തുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ ചോർച്ച ഉണ്ടാവാനുള്ളൊരു സാധ്യത കണക്കിലെടുത്താണ് ഇത്തരത്തിൽ പ്രാദേശികമായ അവധി നൽകിയിട്ടുള്ളത്. വീടുകളിൽ പുകവലിക്കുന്നതിനോ ഇലക്ട്രിക് സാധനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനോ ഇൻവെർട്ടർ ഉപയോഗിക്കുന്നതിനോ പാടില്ല. വാഹനങ്ങൾ പ്രവർത്തിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുകവലിക്കുന്നതിനും മറ്റും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് തീ പിടിക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ പ്രവർത്തനങ്ങളും നടത്താൻ പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഹൈവേ വഴിയുള്ള ഗതാഗതം ഈ പ്രദേശത്ത് പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കാഞ്ഞങ്ങാട് സൗത്തിലാണ് ഇത്തരത്തിൽ ഈ പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ളത്. ആളുകൾക്കും ചിത്രീകരണത്തിനും ഇത്തരത്തിൽ നിരോധനം ഏർപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്ന് 8 മണി മുതൽ ഈ നിയന്ത്രണം ബാധകമാകുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. എപ്പോഴാണോ ഈ ടാങ്കർ പൂർണ്ണമായും സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ കഴിയുന്നത് അപ്പോൾ വരെ ഈ നിയന്ത്രണം തുടരുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് ഇത്തരത്തിൽ ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടത്. മംഗലാപുരത്ത് നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുമ്പോഴാണ് കാഞ്ഞങ്ങാട് സൗത്തിൽ വെച്ച് ഈ അപകടം നടക്കുന്നത്. ദിശ തെറ്റിച്ച് വന്ന ബസ്സിന് സൈഡ് കൊടുക്കുമ്പോൾ ഈ ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് തലകീഴായി മറിയുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ചോർച്ചയൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. സുരക്ഷിതമായിട്ടാണ് ഈ ടാങ്കറിന്റെ ക്യാപ്സ്യൂൾ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇത് പുറത്തെത്തിക്കുമ്പോൾ, ഇത് ഇവിടെ നിന്ന് വീണ്ടെടുക്കുമ്പോൾ വലിയ രീതിയിലുള്ള ചോർച്ച ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണക്കിലാക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ പ്രദേശത്ത് റോഡ് പണി നടക്കുന്നതിനാൽ വലിയ രീതിയിലുള്ള ഗതാഗതം തടസ്സപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ മുന്നൊരുക്ക നടപടികളെല്ലാം ജില്ലാ ഭരണകൂടം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കോവൽ പ്രദേശത്തിന്റെ 1 കിലോമീറ്റർ പരിധിയിലാണ് ഈ നിയന്ത്രണങ്ങൾ ഏറെ ബാധകമാകുക. പ്രദേശത്തെ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി നൽകിയിട്ടുണ്ട്. സ്കൂളുകൾ, അംഗനവാടികൾ തുടങ്ങി എല്ലാവിധ സ്ഥാപനങ്ങൾക്കും ഇത്തരത്തിൽ അവധിയാണ്. വീടുകളിലോ മറ്റ് സ്ഥാപനങ്ങളിലോ വൈദ്യുത ഉപകരണങ്ങളോ തീ പിടിക്കുന്ന ഒരു തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതും വ്യക്തമായി പറയുന്നുണ്ട്. ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ ചിത്രീകരിക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും മറ്റും വിലക്ക് ഏർപ്പെടുത്തിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ ടാങ്കറിന്റെ ക്യാപ്സ്യൂൾ ഇത്തരത്തിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് നീക്കുന്ന നടപടികൾ ആരംഭിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രദേശത്തേക്ക് ആരും തന്നെ പോകരുത് എന്നുള്ള കർശനമായ നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ദീപ്തി, കാസർഗോഡ് കാഞ്ഞങ്ങാട് സൗത്തിൽ മറിഞ്ഞ ഗ്യാസ് ടാങ്കർ ലോറി ഇന്ന് ഉയർത്തും. വാതക ചോർച്ച ഇല്ലെങ്കിൽ ടാങ്കർ ഉയർത്തുന്നതിന് ഭാഗമായി പ്രാദേശിക അവധിയടക്കം മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഹൈവേ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെക്കും. ടാങ്കർ ഉയർത്തുന്നതുവരെ വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കും. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.